സോ ഇൻഫർമേഷൻ അവൈലബിലിറ്റി ജസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ട് സെൻറ്റൻസ് വേണം. ഓക്കെ, ഈ ടേംസിൽ ആക്സസിബിലിറ്റി, റിലയബിലിറ്റി, ടൈംലിനെസ്, ഈ ഒരു ടേംസ് വേണം. ഓക്കെ, ആ ടേംസിലുള്ള ഡിഫൈൻ ചെയ്യുന്നതും വേണം. ടൈംലിനെസ്സിൻ്റെ എക്സാമ്പിളും കൂടി പറയാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, ദെൻ അതിൻ്റെ ഇക്വേഷൻസ്, ഈ രണ്ട് ഇക്വേഷൻസ് അടുത്ത സ്ലൈഡിലുണ്ടല്ലോ, ഈ രണ്ട് ഇക്വേഷൻസും അതുപോലെ തന്നെ MTBF എങ്ങനെയാണ് കാണുന്നത്, MTTR എങ്ങനെയാണ് കാണുന്നത്. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് BC ടെർമിനോളജി. സോ അതിലാദ്യം വരുന്നത് ബിസിനസ് കണ്ടിന്യൂറ്റി ആണ്. ഓക്കെ, ബിസിനസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലേ. ഓക്കെ, okay, BC, business continuity. It's an integrated and enterprise-wide process that includes all activities internal and external. IP that a business must perform to mitigate the impact of planned and unplanned downtime. ഓക്കെ, അപ്പം ഈ ഡെഫിനിഷൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ബിസിനസ് കണ്ടിന്യൂറ്റി, it is an integrated and enterprise-wide process that includes all activities that a business must perform to mitigate the impact of planned and unplanned downtime. Okay, planned and unplanned downtime എന്തായിരുന്നു ഇന്നലെ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? ഹലോ, എന്തായിരുന്നു പ്ലാൻഡ് ആൻഡ് അൺപ്ലാൻഡ്? എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഹലോ, നിങ്ങളവിടെ ഉണ്ടോ? പ്ലാൻഡ് എന്ത് വരും? ഇൻസ്റ്റലേഷൻ ഒക്കെ പ്ലാൻഡിൽ വരും അല്ലേ. അൺപ്ലാൻഡ് എന്ന് പറയുന്ന സമയത്ത് ഡിസാസ്റ്റർ, നാച്ചുറൽ ഡിസാസ്റ്റർ, ഫ്ലഡ് പോലുള്ളതൊക്കെ വരും അല്ലേ. നിങ്ങളവിടെ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഡിസാസ്റ്റർ റിക്കവറി. ഓക്കെ, disaster recovery is a process of restoring a previous copy of the data and applying logs or other necessary processes to that copy to bring it to a known point of consistency. Disaster recovery. Okay. ഒരു വട്ടം റിക്കവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഡാറ്റ വാലിഡ് ഡാറ്റയാണ്, നമുക്ക് അത് യൂസ് ചെയ്യാം അല്ലേ. ഹലോ, ഡിസാസ്റ്റർ റിക്കവറി ഒരു BC ടെർമിനോളജിയിൽ വരുന്നതാണ്. ദെൻ അടുത്ത ഡിസാസ്റ്റർ റീസ്റ്റാർട്ട്. ഓക്കെ, ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് റീസ്റ്റാർട്ടിംഗ് ബിസിനസ് ഓപ്പറേഷൻസ് with mirrored consistent copies of data and applications. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്ററിന് ഇപ്പോൾ റെയ്ഡ് പഠിച്ച സമയത്തൊക്കെ ഏത് റെയ്ഡാണ് ഡിസാസ്റ്ററിന് ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പല റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടോ ഓരോ ആപ്ലിക്കേഷൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഏത് റെയ്ഡാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ദെൻ റിക്കവറി പോയിന്റ് ഒബ്ജക്റ്റീവ് RPO.
It defines the amount of data loss that a business can endure. A large RPO signifies high tolerance to information loss in a business. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല. അപ്പോൾ RPO തൊട്ട് പോയോ? ഓക്കെ ഓക്കെ, അത് പ്രസന്റിൽ ഇരുന്നുകൊണ്ട് അറിഞ്ഞില്ല കേട്ടോ. ഓക്കെ, ഒരു സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ RPO തൊട്ട് പോയില്ലേ? ഓക്കെ, BC ടെർമിനോളജിയിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ബിസിനസ് കണ്ടിന്യൂറ്റി, ദെൻ ഡിസാസ്റ്റർ റിക്കവറി, ഡിസാസ്റ്റർ റീസ്റ്റാർട്ട്. ഓക്കെ, പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് RPO.
ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ? വിസിബിൾ ആണോ? ഓക്കെ. സോ പറയുകയാണെങ്കിൽ ഡിസാസ്റ്റർ റിക്കവറി, ഡിസാസ്റ്റർ റീസ്റ്റാർട്ട് വരെ പറഞ്ഞു. ദെൻ RPO എന്ന് പറയുന്ന സമയത്ത് amount of data loss. Okay, it defines the amount of data loss that a business can endure. Okay, അപ്പം RPO കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ലോസും കൂടുതലായിരിക്കും. ഓക്കെ, എ ലാർജ് RPO സിഗ്നിഫൈസ് ഹൈ ടോളറൻസ് ടു ഇൻഫോർമേഷൻ ലോസ് ഇൻ എ ബിസിനസ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. RPO 6 hours ആണെങ്കിൽ നമ്മൾ ഈ ബാക്കപ്സ് ഒക്കെ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് 6 hours ചെയ്യേണ്ടി വരും. വൺസ് ഇൻ 6 hours ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ, RPO കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻഫർമേഷൻ ലോസ്, അതിന് വേണ്ടിയിട്ട് ബാക്കപ്സ്, അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും കൂടുതലായിരിക്കും. ഓക്കെ, RPO ഓഫ് 24 hours, 1 hour ആൻഡ് 0 hour പറയുന്നതാണ് ഓരോന്നും എങ്ങനെയാണെന്ന്. ഓക്കെ, RPO ഓഫ് 24 hours എന്ന് പറയുന്ന സമയത്ത് ദിസ് എൻഷുവേഴ്സ് ദാറ്റ് backups are created on an offsite tape drive every midnight. Okay, the corresponding recovery strategy is to restore data from the set of last backup tapes. Okay, ഒരു മിഡ്നൈറ്റ്, എല്ലാ മിഡ്നൈറ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കപ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ RPO ഓഫ് 1 hour എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഷിപ്സ് ഡാറ്റാബേസ് ലോഗ്സ് ടു ദ റിമോട്ട് സൈറ്റ് എവരി അവർ. ഹലോ, ഹരിത, എന്തുപറ്റി? Okay. Okay, the corresponding recovery strategy is to recover the database at the point of the last log shipment. Then RPO of 0 എന്ന് പറയുന്ന സമയത്ത് മിററിംഗ് ആണ്. This mirrors mission critical data synchronously to a remote site. Okay, so RPO എന്ന് പറയുന്ന സമയത്ത് amount of data loss അതാണ് ഡിഫൈൻ ചെയ്യുന്നത്. Okay, it defines the amount of data loss that a business can endure. Okay, then നെക്സ്റ്റ് ടെർമിനോളജിയിൽ വരുന്നതാണ് റിക്കവറി ടൈം ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഡൗൺ ടൈം ആണ്. എമൗണ്ട് ഓഫ് ഡൗൺ ടൈം ദാറ്റ് എ ബിസിനസ് ക്യാൻ എൻഡർ ആൻഡ് സർവൈവ്. ഓക്കെ, അപ്പം നമ്മൾ ഈ റിക്കവറി പ്ലാൻസ്, ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻസ് ഒക്കെ ഈ RTO ഡിഫൈൻ ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. ഓക്കെ, ബിസിനസ്സസ് ക്യാൻ ഒപ്റ്റിമൈസ് ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻസ് ആഫ്റ്റർ ഡിഫൈനിങ് RTO ഫോർ എ ഗിവൺ ഡാറ്റാ സെന്റർ ഓർ നെറ്റ്വർക്ക്. ഓക്കെ, സോ ഇവിടെ പറയുന്നുണ്ട്, എക്സാമ്പിൾസ് പറയുന്നുണ്ട് ഓരോ അവേഴ്സിന്റെ. RTO ഓഫ് 72 hours restore from backup tapes at a cold site. RTO of 12 hours restore from tapes at a hot site. RTO of 4 hours use a data vault to a hot site. ഓക്കെ, അപ്പം ഇത്രയാണ് BC ടെർമിനോളജിയിൽ വരുന്നത്. ഡിസാസ്റ്റർ, BC business continuity, disaster recovery, disaster restart, RPO and RTO, recovery point objective and recovery time objective. Okay ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഹലോ, ഓക്കെ. അടുത്ത് വരുന്നത് പ്ലാനിങ് ലൈഫ് സൈക്കിൾ. ഓക്കെ, BC പ്ലാനിങ് ലൈഫ് സൈക്കിൾ. BC പ്ലാനിങ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് ഒരു BC പ്രോസസ് ആണ് ഇവിടെ. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലൊക്കെ ഓരോ
വാട്ടർഫാൾ ബി മോഡൽ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ്, മീൻസ് ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. ഓക്കെ, so organizations today dedicate specialized resources to develop and maintain BC plans. From the conceptualization to the realization of the BC plan, a life cycle of activities can be defined for the BC process. Okay, BC planning life cycle includes 5 stages: establishing objective, analyzing, designing and developing, implementing, training, testing, assessing and maintaining. Okay, അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ. ആരായിരുന്നു നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എടുത്തുണ്ടായിരുന്നത്? ഏതാണ്ട് അതേ ആക്ടിവിറ്റീസ് ആയിട്ട് തന്നെ വരും. ഓക്കെ ഓക്കെ സോ കാണിച്ചേക്കുന്നത് എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്, അനലൈസിങ്, ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ്, ഇംപ്ലിമെന്റിംഗ്, ട്രെയിനിങ്, ടെസ്റ്റിംഗ്, അസസിങ് ആൻഡ് മെയിൻറ്റെയിനിങ്. ഓക്കെ, അപ്പം എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ വരും അതിൽ? BC requirements എന്തൊക്കെയാണ്? Determine BC requirements, estimate the scope and budget to achieve requirements. Okay, പിന്നെ select a BC team considering subject matter experts from all areas of the business, whether internal or external, and create BC policies. Okay, objectives വരുന്ന കാര്യങ്ങളാണ് BC requirements, and requirements in the scope and budget estimation. Then select a BC team and create BC policies. Okay, then analyzing വരുന്ന കാര്യങ്ങൾ collect information. Okay, analyzing collect information on data profiles, business processes, infrastructure support, dependencies and frequency of using business infrastructure. Then identify critical business needs and assign recovery priorities. Create a risk analysis for critical areas and mitigation strategy. Conduct a business impact analysis. Create a cost and benefit analysis based on the consequences of data unavailability. Evaluate options. Okay, then designing and developing എന്തൊക്കെ ഉണ്ടാവും? ഓരോ ഇൻഡിവിജ്വൽസിന് എന്തൊക്കെ റോൾസ് ആണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അസൈൻ ചെയ്യുന്നത് അല്ലെ. ഒരു ടീം സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക ആൻഡ് അസൈൻ ഇൻഡിവിജ്വൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിനനുസരിച്ചിട്ട് ഡിഫറൻസ് ടീംസ് ഫോം ചെയ്യും അല്ലെ. എമർജൻസി റെസ്പോൺസ്, ഡാമേജ് അസസ്മെന്റ്, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ടീംസ് ഫോം ചെയ്യുന്നത്. ദെൻ ഡിസൈൻ ഡാറ്റ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജീസ് ആൻഡ് ഡെവലപ്പ് ഇൻഫ്രാസ്ട്രക്ചർ, ഡെവലപ്പ് കണ്ടിൻജൻസി സിനാരിയോസ്, ഡെവലപ്പ് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയർ, ഡീറ്റെയിൽ റിക്കവറി ആൻഡ് റീസ്റ്റാർട്ട് പ്രൊസീജിയേഴ്സ്. ഇതൊക്കെയാണ് ഡിസൈനിങ്ങിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇംപ്ലിമെന്റിങ്. Implementing risk management and mitigation procedures. Implement risk management and mitigation procedures that include backup, replication, and management of resources. And prepare the disaster recovery sites that can be utilized if a disaster affects the primary data center. Implement redundancy for every resource in a data center to avoid സിംഗിൾ പോയിന്റ് ഫെയിലിയർ. ഓക്കെ, ആ സിംഗിൾ പോയിന്റ് ഫെയിലിയർ നമ്മൾ പഠിക്കും കേട്ടോ. ഇപ്പൊ ഈ മൊഡ്യൂളിൽ തന്നെ നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ട്രെയിനിങ്, ടെസ്റ്റിംഗ്, അസസിങ് ആൻഡ് മെയിൻറ്റെയിനിങ്. കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ. ദെൻ ലാസ്റ്റ് സ്റ്റേജിലാണ് ട്രെയിനിങ്, ടെസ്റ്റിംഗ്, അസസിങ് ആൻഡ് മെയിൻറ്റെയിനിങ്. ഇതിൽ വരുന്നത് എന്താണ്? ട്രെയിനിങ്, എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നത് അല്ലെ. എംപ്ലോയീസ്, ട്രെയിൻ ദ എംപ്ലോയീസ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ബാക്കപ്പ് and replication of business critical data on a regular basis or whenever there is a modification in the BC plan.
Then train employees on emergency response procedure when disaster are declared. Train the recovery team on recovery procedure based on contingency scenarios. Perform damage assessment process and review recovery plans. Test the BC plan regularly to evaluate its performance and identify its limitations. Assess the performance reports and identify limitations. Update the BC plans and recovery or restart procedure to reflect regular changes within the data center. Okay, and just stages. കൂടുതൽ നമ്മുടെ ഈ റിക്കവറി പ്ലാൻസ് ഈ ഒരു ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. ബാക്കപ്പ് റിക്കവറി, എമർജൻസി റെസ്പോൺസ്, ഓക്കെ, റിക്കവറി പ്രൊസീജിയേഴ്സ്, ബാക്കപ്പ്. ഓക്കെ, മെയിൻ ആയിട്ട് ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന 5 സ്റ്റേജസ് ആണ്. ഓക്കെ, എസ്റ്റാബ്ലിഷിംഗ് ഒബ്ജക്റ്റീവ്, അനലൈസിംഗ്, ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ്, ഇംപ്ലിമെന്റിംഗ്, ട്രെയിനിങ്, testing, assessing and maintaining. 5 stages ആണ് ഉള്ളത്. Okay, so BC terminology and BC planning life cycle. Okay ആണോ? Okay ആണോ? ഹലോ. പിന്നെ ചെറിയൊരു ടോപ്പിക് ആണ് ബിസിനസ് ഇമ്പാക്ട് അനാലിസിസ്. ഓക്കെ, ഓക്കെ, ബിസിനസ് ഇമ്പാക്ട് അനാലിസിസ്. അപ്പൊ ഈ ഒരു ഇതിലൊരു സ്റ്റേജിൽ തന്നെ നമ്മൾ ബിസിനസ് ഇമ്പാക്ട് അനാലിസിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടക്ട് എ ബിസിനസ് ഇമ്പാക്ട് അനാലിസിസ്, അനലൈസിംഗിൽ. ഓക്കെ, ആ ബിസിനസ് ഇമ്പാക്ട് അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഐഡന്റിഫൈസ് ഒരു ബിസിനസിന്റെ സർവൈവലിന് ഏറ്റവും മോസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ളത് എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, എ ബിസിനസ് ഇമ്പാക്ട് അനാലിസിസ് ഐഡന്റിഫൈസ് വിച്ച് ബിസിനസ് യൂണിറ്റ്സ്, operations and processes are essential to the survival of the business. Okay. Okay, a business impact analysis identifies which business units, operations and processes are essential to the survival of the business. Okay, it evaluates the financial, operational and service impacts of a disruption to essential business processes. Selected functional areas are evaluated to determine resilience of the infrastructure to support information availability. The BIA, Business Impact Analysis process, leads to a report detailing the incidents and their impact over business function. It includes the following set of tasks. A BIA, Business Impact Analysis, ചെയ്യുന്ന ടാസ്ക് ആണ്. ഡിറ്റർമൈൻ ദ ബിസിനസ് ഏരിയാസ് ഫോർ ഈച്ച് ബിസിനസ് ഏരിയ, ഐഡന്റിഫൈ ദ കീ ബിസിനസ് പ്രോസസ്സസ് ക്രിട്ടിക്കൽ ടു ഇറ്റ്സ് ഓപ്പറേഷൻ, ഡിറ്റർമൈൻ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദ ബിസിനസ് പ്രോസസ് ഇൻ ടേംസ് ഓഫ് ആപ്ലിക്കേഷൻസ്, databases and hardware and software requirements, estimate the cost of failure for each business process, calculate the maximum tolerable outage and define RTO for each business process, recovery time objective, then establish the minimum resource required for the operation of business processes, determine recovery strategies and the cost for implementing them, optimize the backup and business recovery strategy based on business priorities, analyze the current state of BC readiness and optimize future BC planning. Okay, ഈ 9 സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. BIA കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ സെറ്റ് ഓഫ് ടാസ്ക് എഴുതിയിരിക്കണം. ഓക്കെ, സോ നമ്മളിവിടെ ഒരു സെറ്റ് ഓഫ് ടാസ്ക് എഴുതിയിട്ടുണ്ട് BIA അല്ലേ. അപ്പൊ അതിന്ന് നമ്മളൊരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി സൊല്യൂഷൻസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, so after analyzing the business impact of an outage, designing the appropriate solution to recover from a failure is the next important activity. Following other solutions and supporting technologies that enable business continuity and uninterrupted data availability.
resolving single points of failure. Single point of failure എന്താന്ന് ഇപ്പൊ തന്നെ പറയും. Then multi-pathing software, backup and replication. Backup തന്നെ വരുന്നതാണ് local replication, remote replication, backup. Okay. Technology solutions അറിഞ്ഞിരിക്കണം, പഠിക്കേണ്ടതാണ്. Okay. So technology solutions resolving, first one വന്നിട്ടുള്ള resolving single point failure. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ പോയിന്റ് ഫെയിലിയർ എന്താണെന്ന് അറിയണം. അത് ജസ്റ്റ് ഏതെങ്കിലും ഒരു കമ്പോണന്റ് കാരണം നമുക്ക് എൻ്റെ സിസ്റ്റം refers to the failure of a component that can terminate the availability of the entire system or IT service. ഏതെങ്കിലും ഒരു കമ്പോണന്റ് ഫെയിലിയർ അത് കാരണം നമുക്ക് എൻ്റെ സിസ്റ്റം ടെർമിനേറ്റ് ചെയ്ത് പോകുന്നത്. സോ അതിന്റെ ഡയഗ്രാം കാണിക്കുന്നത് പോസിബിലിറ്റി ഓഫ് എ സിംഗിൾ പോയിന്റ് ഫെയിലിയർ ഇൻ എ സിസ്റ്റം വിത്ത് വേരിയസ് കമ്പോണൻസ്. അപ്പം ഈ ഒരു ഡയഗ്രാം നമ്മൾ ഇതിനു മുന്നും കണ്ടിട്ടുണ്ട്. ക്ലയന്റ്, IP സ്വിച്ച്, സെർവർ, FC സ്വിച്ച്, സ്റ്റോറേജ് അറേ. അപ്പം fault tolerance. To mitigate a single point of failure, systems are designed with redundancy such that the system will fail only if all the components in the redundancy group fail. Redundancy maximum ആക്കി വെക്കുക. ഒരു കമ്പോണന്റ് കൊണ്ട് ഒരു കമ്പോണന്റ് ഫെയിലർ കൊണ്ട് എൻ്റെ സിസ്റ്റം ഫെയിൽ ആവാതെ നോക്കുന്നത്. അപ്പം എല്ലാ കമ്പോണൻസും ഫെയിൽ ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു എൻ്റെ സർവീസ്, ആ ഒരു IT സർവീസ് ടെർമിനേറ്റ് ആവുള്ളൂ. ആ രീതിയിൽ റിഡൻഡൻസി ഡിസൈൻ ചെയ്യുന്നത്. സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയറിന്റെ സൊല്യൂഷൻ ആണ് ഇത്. Configuration of multiple HPAs to mitigate single HPA failure, configuration of multiple fabrics to account for a switch failure, configuration of multiple storage array ports to enhance the storage array's availability, RAID configuration to ensure continuous operation in the event of disk failure, implementing a storage array at a remote site to mitigate local site failure. Okay ആണോ? ഹലോ, ഇതൊക്കെയാണോ? ഇവിടം വരെ ഓക്കെ ആണോ? ടെക്നിക്കൽ സൊല്യൂഷനിൽ സിംഗിൾ പോയിന്റ് ഫെയിലിയർ എന്താന്നുള്ളത് പറഞ്ഞു, അതിന്റെ സൊല്യൂഷനും പറഞ്ഞു. ഇവിടം വരെ ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അപ്പൊ BC ടെർമിനോളജി, BC ലൈഫ് സൈക്കിൾ പ്ലാൻ, BIA ബിസിനസ് ഇമ്പാക്ട് അനാലിസിസ്, then technology solutions single point, resolving single point failure. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് മൾട്ടി പാത്തിങ് സോഫ്റ്റ്വെയർ. Multi-pathing software. Configuration of multiple paths increases the data availability through path failover. If servers are configured with one IO path to the data, there will be no access to the data if that path fails. Redundant paths eliminate the path to become single point of failure. Multiple paths to data also improve IO performance through load sharing and maximize server, storage, and data path utilization. Multipathing software intelligently manages the paths to a device by sending IO down to the optimal path based on the load balancing and failover policy setting for the device. It also takes into account path usage and availability before deciding the path through which to send
the IO. If a path to the device fails, it automatically reroutes the IO to an alternative path. Okay. So multipathingum അതുപോലെ തന്നെ സിംഗിൾ പോയിന്റ് ഫെയിലിയറും സിമ്പിൾ ആണ്, എളുപ്പം മനസ്സിലാവുന്നതാണ്, വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഹലോ, പ്രശ്നമുണ്ടാ ടെക്നോളജീസിൽ? ഹലോ, ടെക്നോളജി സൊല്യൂഷൻസിൽ ഇവിടെ അശ്വതി മാത്രമേ ഉള്ളൂ? ഹലോ, ഓക്കെ. അപ്പൊ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു 2 സിമ്പിൾ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ ഇങ്ങനെ കുറച്ചധികം തിയറി പോർഷൻസ് ആണ് കേട്ടോ. പക്ഷെ എല്ലാം സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ. ബാക്കി ടെക്നോളജി സൊല്യൂഷൻസിൽ ഇനി വരുന്ന ബാക്കപ്പിൽ തന്നെ കുറച്ചൊരു ഹോട്ട് ബാക്കപ്പ്, കോൾഡ് ബാക്കപ്പ്, അങ്ങനെ 2 ടൈപ്സ് ഉണ്ട്. ഓക്കെ, റിപ്ലിക്കേഷനിലും. ഓക്കെ, അപ്പൊ അത് നാളെ പഠിക്കാം. ഓക്കെ, അറ്റൻഡൻസ് പറയൂ അഭിലാഷ്.